വേണാട് രാജവംശത്തിന്റെ ചരിത്ര വസ്തുതകൾ നാം അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണം ചെന്നെത്തുന്നത് സംഘകാലഘട്ടത്തിലേക്കാണ്. 1000 രാജാക്കന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു വേണാട്. തിരുവിതാംകൂറിനും കൊല്ലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ചെറു നാട്ടുരാജ്യമായിരുന്നു അത്. 9-ാം നൂറ്റാണ്ടോടുകൂടിയാണ് 1000 രാജവംശത്തിന്റെ അന്ത്യം. കുലശേഖര പെരുമാക്കന്മാരുടെ ആധിപത്യകാലത്ത് ആ സാമ്രാജ്യത്തിന്റെ തെക്കേ അറ്റത്തായി വേണാട് നിലകൊണ്ടു. 12-ാം നൂറ്റാണ്ടിൽ വേണാടിന് സ്വതന്ത്ര പദവി ലഭിക്കുകയുണ്ടായി. 12-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ തൃപ്പാപ്പൂരിലുണ്ടായിരുന്ന ഒരു രാജവംശത്തിന്റെ ശാഖയും തിരുവല്ലായിലുണ്ടായിരുന്ന ഒരു ശാഖയും വേണാട് രാജവംശത്തിൽ ലയിച്ചു. വേണാട്ടിലെ ആദ്യകാല ഭരണാധികാരികളെക്കുറിച്ചുള്ള രേഖകളൊക്കെ വിവിധ ഭരണാധികാരികൾ അക്കാലത്ത് പുറപ്പെടുവിച്ച ശാസനങ്ങളിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത്. അയ്യനടികൾ തിരുവടികളാണ് ആദ്യത്തെ ഭരണാധികാരി. ഭാസ്കരവർമ്മയുടെ ജൂതശാസനത്തിൽ സാക്ഷിയായി ഒപ്പിട്ടിട്ടുള്ളത് വേണാട്ടിലെ ഗോവർദ്ധന മാർത്താണ്ഡനാണ്. അങ്ങനെ ചെപ്പേടുകൾ വഴി അക്കാലത്തെ രാജാക്കന്മാരെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നു. ചോളന്മാർ മഹോദയപുരം നശിപ്പിച്ചു. അവിടെ നിന്നും കൊല്ലത്തെത്തിയ രാമവർമ്മ കുലശേഖരനുമായി വേണാട് രാജാക്കന്മാർക്ക് ബന്ധമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മഹോദയപുരം പെരുമാക്കന്മാരുടെ സാമന്ത പദവി ഉപേക്ഷിച്ച് വേണാട് സ്വതന്ത്ര രാജ്യമായതിനു ശേഷം രാജാവായത് രാമവർമ്മ കുലശേഖരനാണ്. മഹോദയപുരത്തെ ചക്രവർത്തിമാരാണ് പേരിനൊപ്പം കുലശേഖര പെരുമാൾ എന്ന് ചേർത്തിരുന്നത്. പിന്നീട് വേണാട് രാജാക്കന്മാരും അവരുടെ തുടർച്ചയായി വന്ന തിരുവിതാംകൂർ രാജാക്കന്മാരും തങ്ങളുടെ പേരിനൊപ്പം ഈ വിശേഷണം ചേർത്തിട്ടുണ്ട്. ചെപ്പേടുകളിൽ നിന്നും പിന്നെ വിദേശത്തു നിന്നും ഇവിടെ എത്തിയ സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങളിൽ നിന്നുമൊക്കെ അക്കാലത്തെ ഭരണ നടപടികളെക്കുറിച്ചും ജീവിത രീതികളെക്കുറിച്ചും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. മക്കത്തായ സമ്പ്രദായമാണ് വേണാട്ടു രാജാക്കന്മാർ ആദ്യം സ്വീകരിച്ചിരുന്നത്. രാജ്യാധികാരികളെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ജനകീയ സഭകൾക്ക് അക്കാലത്ത് വലിയ പ്രാധാന്യം തന്നെ ഉണ്ടായിരുന്നു. 300 600 എന്നീ പേരുകളിൽ ഈ ജനകീയ സഭകൾ അറിയപ്പെട്ടു. ഭരണത്തിന്റെ സൗകര്യത്തിനായി ഓരോ നാടും ദേശങ്ങളായി വിഭജിച്ചു. ഭൂനികുതി, തൊഴിൽക്കരങ്ങൾ, വിൽപ്പന നികുതികൾ, ചുങ്കങ്ങൾ ഇവയൊക്കെയാണ് രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. വേണാട്ടിലെ ഭരണാധികാരി രവിവർമ്മ കുലശേഖരൻ വേണാടിനെ പ്രബല ശക്തിയായി മാറ്റിയ ആളാണ്. രവിവർമ്മ പാണ്ഡ്യപ്രദേശങ്ങളിൽ പോലും ആധിപത്യം സ്ഥാപിച്ചു. കേരളത്തിന് പുറത്തേക്ക് വിസ്തൃതി വർദ്ധിപ്പിച്ച രവിവർമ്മ വേണാടിനെ വലിയൊരു ശക്തിയാക്കി മാറ്റി. വേണാട് രാജാവിനെക്കുറിച്ചുള്ള മറ്റൊരു ശാസനം മാമ്പള്ള ശാസനമാണ്. 1314 മുതൽ 1344 വരെ ഭരിച്ച വീര ഉദയവർമ്മ മാർത്താണ്ഡവർമ്മയാണ് മരുമക്കത്തായമനുസരിച്ച് അധികാരത്തിലെത്തിയ ആദ്യ രാജാവ്. ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശവാഹകനായി കൽപ്പിച്ചിരിക്കുന്നത് ആദിത്യവർമ്മയെയാണ്. സംഗീതം, സാഹിത്യം, തർക്കം, വ്യാകരണം എന്നിങ്ങനെ നിരവധി മേഖലകളിൽ പ്രഗത്ഭനായിരുന്നു ആദിത്യവർമ്മ. വേണാടിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു കാലഘട്ടമായിരുന്നു ആദിത്യവർമ്മയുടേത്. വിദേശ വ്യാപാരങ്ങളൊക്കെ അന്ന് കൊല്ലം തുറമുഖം കേന്ദ്രീകരിച്ചാണ് നടത്തിയിരുന്നത്. രാജ്യത്തെ പ്രധാന തുറമുഖമായിരുന്നു കൊല്ലം. വിദേശത്തു നിന്നെത്തിയ സഞ്ചാരികളൊക്കെ കൊല്ലം തുറമുഖത്തെക്കുറിച്ച് തങ്ങളുടെ രേഖകളിലൊക്കെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി എന്നീ രാജ്യങ്ങൾക്കൊപ്പം കേരളത്തിലെ പ്രധാന രാജവംശങ്ങളിലൊന്നായി വേണാട് തുടർന്നു.